ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോകവെ നിർണായക നീക്കവുമായി സിദ്ദിഖ്. സുപ്രീംകോടതിയെ സമീപിക്കാനാണ് നിലവിലെ തീരുമാനം. ഹൈക്കോടതിയിലെ വിധിപ്പകർപ്പുമായി സുപ്രീംകോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ കീഴടങ്ങാനുള്ള ആലോചനകളും ഇന്നലെ രാത്രി വൈകി നടത്തിയിരുന്നു. ബലാത്സംഗ കേസിൽ പോലീസ് തെരയുന്ന നടൻ സിദ്ദിഖിന്റെ വാഹനം ഇന്നലെ രാത്രി ആലപ്പുഴയിൽ കണ്ടതായി വിവരമുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കുകയാണ് സിദ്ദിഖെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ ഒരു തടസ്സ ഹർജി കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ പുരോഗമിക്കുക? തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ക്രിസ്റ്റീന, ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതിനു പിന്നാലെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു നീക്കം സിദ്ദിഖിന്റെ ഭാഗത്തും ആരംഭിച്ചിരുന്നു. ഇന്നലെ തിരക്കിട്ട ആലോചനകളാണ് നിയമവിദഗ്ധരുമായി സിദ്ദിഖ് ഇന്നലെ കൊച്ചിയിൽ നടത്തിയത്. എന്തായാലും ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കാനാണ് തീരുമാനമുണ്ടാവുക. അതിന് മുന്നോടിയായി തന്നെ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന നീക്കത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അതിന് ഇന്നലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും ചില നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ തിരച്ചിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും നടക്കുന്നു. നമുക്കറിയാം, ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായി ഏതാണ്ട് 24 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. പക്ഷേ അപ്പോഴും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി വൈകിയും ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തും നടന്നു. അതിനിടെ സുപ്രീം കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും സിദ്ദിഖ് കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി അത്തരമൊരു നീക്കം സിദ്ദിഖിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല. എന്തായാലും കൊച്ചിയിലെ പടമുകളിലെ വീട്ടിലും അതോടൊപ്പം തന്നെ ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലും സിദ്ദിഖ് ഇല്ല എന്ന് തന്നെയാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ വീടുകളിൽ സിദ്ദിഖ് വന്നുപോയിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ആ വീടുകളിലില്ല. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ ചില ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തന്നെ കൊച്ചി നഗരത്തിലെ ഹോട്ടലും അതോടൊപ്പം തന്നെ കൊച്ചി റൂറൽ മേഖലയിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയത്. സിദ്ദിഖ് പോകാനിടയുള്ള സിദ്ദിഖിന്റെ സുഹൃത്ത് വലയങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തിവരികയാണ്. ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള അന്വേഷണത്തിലേക്കും ഇപ്പോൾ പോലീസ് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി സിദ്ദിഖിന്റെ വാഹനം ആലപ്പുഴയിൽ കണ്ടതായി ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴ കേന്ദ്രത്തിൽ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. സുപ്രീം കോടതി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് മനീഷ് മഹിപാലിനോട് ചോദിച്ചറിയാം. മനീഷ്, കഴിഞ്ഞ ദിവസം ഈ സിദ്ദിഖിന്റെ വാഹനം ആലപ്പുഴയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുന്നിൽ കണ്ടതായി ഒരു വിവരമുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തെരച്ചിൽ അവിടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആളുകളൊക്കെ സിദ്ദിഖിന്റെ വാഹനം കണ്ടാൽ, അല്ലെ സിദ്ദിഖിനെ കണ്ടാൽ തിരിച്ചറിയാൻ ഉള്ള സാധ്യത ഏറെയാണല്ലോ. അതുകൊണ്ട് ആലപ്പുഴ കേന്ദ്രീകരിച്ച് സിദ്ദിഖ് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ക്രിസ്റ്റീന, പോലീസിന് ലഭിച്ച വിവരം ഇന്നലെ രാത്രിയോടെ ആലപ്പുഴയിലെ കായൽ ടൂറിസം മേഖലയിൽ പുന്നമടയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമീപത്ത് വെച്ച് സിദ്ദിഖിന്റെ കാർ അവിടെ വെച്ച് കണ്ടതായുള്ള വിവരമാണ് ആലപ്പുഴ പോലീസിന് ലഭിച്ചത്. നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി MR മധു ബാബുവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുതൽ ആലപ്പുഴയിലെ കായൽ ടൂറിസം മേഖലയിലെ വിവിധ സ്ഥലങ്ങൾ, അതായത് ബോട്ടിൽ മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ചില തുരുത്തുകൾ, അത്തരത്തിലുള്ള റിസോർട്ടുകളടക്കം ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും സിദ്ദിഖിനെ തെരച്ചിൽ നടത്തി. സിദ്ദിഖിനെ കണ്ടെത്താനായിട്ടില്ല, പിടികൂടാനായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇങ്ങനൊരു വിവരം സിദ്ദിഖിന്റെ ഇതെന്ന് സംശയിക്കുന്ന ഒരു കാർ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ നോർത്ത് പോലീസിനാണ് ഇങ്ങനെ ഒരു വിവരം ലഭിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ പക്ഷേ കാടിളക്കിയുള്ളൊരു തിരച്ചിൽ വേണ്ട, അങ്ങനെ കാടിളക്കി തിരഞ്ഞു പിടിക്കേണ്ട സാഹചര്യം നിലവിൽ സിദ്ദിഖിനെ സംബന്ധിച്ച് പിടികൂടേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതിയെ സമീപിച്ചാലും സിദ്ദിഖിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പോലീസിന്റെ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നത്. അതായത് സിദ്ദിഖിന് വേണ്ടി തിരച്ചിലുണ്ടെങ്കിലും അത് അത്രത്തോളം കാടിളക്കിയിട്ടല്ല. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ സിദ്ദിഖ് ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് ഇതര സംസ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത കൂടി പോലീസ് തള്ളിക്കളയുന്നില്ല. ഇനി പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി സിദ്ദിഖിന്റേതായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട്. അത്തരം വാഹനങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ കണ്ടതായി പോലീസ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുമ്പോൾ അത് അന്വേഷണ സംഘത്തിൽ ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും അങ്ങനെ ഒരു നീക്കമാണോ നടത്തുന്ന കാര്യത്തിലും സംശയമുണ്ട്. ആലപ്പുഴയിലും ഇന്നലെ രാത്രി മുതൽ കായൽ ടൂറിസം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ബലാത്സംഗ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള നടൻ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ കൂടെ തുടരുകയാണ്. നിതിൻ, ഈ ഹൈക്കോടതിയിലെ വിധിപ്പകർപ്പുമായി സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ തിരിച്ചടിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു കീഴടങ്ങലിന് അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ സിദ്ദിഖിന്റെ മകൻ രാത്രി വൈകിയും അഭിഭാഷകരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ കീഴടങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടാവുമോ ഇന്ന്?
ക്രിസ്റ്റീന, നടിയുടെ മൊഴി അത്തരത്തിൽ ശക്തമായി തന്നെ സിദ്ദിഖിനെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുകളുടെ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചതും അതോടൊപ്പം തന്നെ സിദ്ദിഖിന് ഹൈക്കോടതിയിലും തിരിച്ചടി ഉണ്ടായതും. പക്ഷേ പോലീസിന്റെ ഭാഗത്തും ഒരു വേഗത്തിൽ തന്നെ ഒരു നടപടി ഉണ്ടാകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലത്തെ നീക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് എവിടെയാണ് സിദ്ദിഖ് എന്ന് ട്രേസ് ചെയ്യാൻ ഇന്നലെ തന്നെ അത്തരമൊരു നീക്കം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നലെ തിരക്കിട്ട ചർച്ചകൾ, സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ചർച്ചകൾ സിദ്ദിഖിന്റെ ഭാഗത്തും നടന്നു വന്നിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരുമായി സിദ്ദിഖിന്റെ ബന്ധപ്പെട്ടിരുന്നു. വൈകാതെ ഒരുപക്ഷെ ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്നാണ്, ജാമ്യ ഹർജി സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിന് മുന്നോടിയായി ഒരു അറസ്റ്റ് നടപടിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടക്കാൻ നീക്കം നടക്കുന്നത്. കാരണം സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു കാലതാമസം സിദ്ദിഖിന് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള വിമർശനം ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്തും നടന്നു വരുന്നത്. അതുപ്രകാരമുള്ള തിരച്ചിലെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തും ഇത്തരം ഒരു അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിദേശത്ത് കടക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് ലുക്കൌട്ട് സർക്കുലർ പോലീസ് ഇന്നലെ തന്നെ പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിയിലോ അല്ലെങ്കിൽ സമീപ ജില്ലകളോ കേന്ദ്രീകരിച്ച സ്ഥിതിക്ക് ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉള്ളത്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകിയത് നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്നും. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലും.